So what are we planning? Okay, so first we need podichora. Yeah, we need ella. Chore is there, bro. Tenga is there too. Chammandi ആയി. അച്ചാർ. അച്ചാറായി. പിന്നെ we need what? നമ്മളത് തോരൻ പറഞ്ഞു. തോരൻ ആണ് മെഴുക്കുവരട്ടി. Oh, and then മുട്ടയപ്പം fish fry. Okay. Beef, no? Yeah. Beef roast. And starter. Fish curry വേണം. Fish curry വേണ്ട. വേണ്ട. That is exactly what you do. No, you don't put roasts. No. Usually you don't put shiri, no? You'll see. Are you confident in making fish curry? No. Chicken curry is still fine. Hello guys. So, നമുക്ക് എന്താ ഇപ്പം നടക്കാൻ നോക്കാം. So last time ഞാനും എൻ്റെ ബ്രദറും ഇവിടെ വന്ന ടൈമിൽ we kind of surprised your parents with a dinner date, candlelight dinner. So that time നമ്മളുടെ menu was fried rice and all of that. So we thought this time also we'll repeat the same thing with a different menu. And മെനുവിൽ basically my dad and mom അവർ ഭയങ്കര കേരള ഫുഡ് ഫാൻസ് ആണ്. And they love it. So ഞങ്ങൾ വിചാരിച്ചു we'll try making Kerala food. We'll try serving it as പൊതിച്ചോറ് basically. Let's see how it goes. And we not like തോരൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല because my mom makes it very well. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല. So this time we thought we'll try. We kind of surprise them with that and let's see what's gonna happen. Bye. We're going to go for shopping. ലിസ്റ്റ് ഉണ്ടോ അത് കയ്യില്? We need yogurt, തൈര്, പിന്നെ ക്യാബേജ് ഉണ്ടോ വീട്ടില്? പ്ലാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഡൗട്ട് ഒന്നും ഉണ്ടായില്ല. അമ്മയ്ക്ക് മത്തിയും അച്ഛനായില്ലേ, അങ്ങനെ ഞങ്ങൾ അത് 2-3 പീസ് മേടിച്ചു. പിന്നെ സ്റ്റാർട്ടറിന് വേണ്ടി ചിക്കൻ ഫ്രൈ വേണം, അപ്പം ചിക്കൻ മേടിച്ചു. ഇപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ബീഫ് ഫ്രൈയോ ബീഫ് മസാല എന്തോ മേടിച്ചിട്ടുണ്ട്. അതും നമുക്ക് നമ്മുടെ പൊതിച്ചോറിൽ വെക്കാനാ. ബിക്കോസ് ബീഫ് ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് എന്തായാലും ഇല്ല. അപ്പം നമുക്ക് ബീഫ് ഫ്രൈ. ഫ്രൈ ആണോ മസാലയാണോ? ഇത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെന്തിനുള്ളത്? സത്യം പറയടാ. മീൻ. Okay. But wait. If you put yogurt into it, it becomes chicken masala. That's it. കുക്കിംഗ് ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. എനിവേസ് ഞങ്ങളങ്ങ് ഉണ്ടാക്കും. ക്യാബേജ് തോരനുള്ള സെറ്റപ്പായി. ഓക്കെ, സോ ഞങ്ങൾ അമ്മയോട് പറഞ്ഞിരുന്നു ചോറുണ്ടാക്കാൻ. പിന്നെ ഞങ്ങൾ ഇന്നലെ സോ അതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഓക്കെ, എനിവേസ് ചിക്കൻ വറുക്കാനുള്ള എണ്ണ നമ്മൾ വെച്ചു. ഇവിടെ ആദ്യം പിന്നെയും പാൻ ചൂടാക്കി. ബിക്കോസ് ആദ്യം കടുകിന് പകരം എള്ളിട്ടു. ആദ്യം കടുകിന് പകരം you made me put it. I didn't know what കടുക് was. ക്യാബേജ്. പിന്നെ നമ്മളുടെ ചമ്മന്തി ഉണ്ടല്ലോ, നമ്മളുടെ ചമ്മന്തി. പപ്പടവും വറുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ കിച്ചൺ ഫുൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഫുൾ കുക്കിംഗ് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ പൊട്ടാറ്റോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം റെഡിയായി. ഫിഷ്, ചിക്കൻ, പിന്നെ പയർ മെഴുക്കുവരട്ടി ഫുൾ റെഡിയായി. പൊട്ടാറ്റോ എണ്ണയുണ്ട്. മോരുണ്ടാക്കി കഴിഞ്ഞു. എവ്രിതിങ് ഇസ് ഡൺ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇലയിൽ പൊതിയാക്കണം. അതിന് മുന്നേ ഇത് ഫുൾ വൃത്തിയാക്കണം. അതാണ് നെക്സ്റ്റ്. സോ ലെറ്റ്സ് ഗോ. സോ ന്യൂസ് പേപ്പറിന് പകരം നമ്മളവിടെ ബേക്കിംഗ് പേപ്പറിലാണ് പൊതിയുന്നത്. ഉണ്ടാക്കിയ സാധനം എല്ലാം ഓരോന്നോരോന്നായി നമ്മളിപ്പോൾ ഇലയിലിടുകയാണ്. അച്ചാർ നിങ്ങൾ ഉണ്ടാക്കിയതല്ല, ബീഫ് നിങ്ങൾ കണ്ടതാണല്ലോ. ആൻഡ് വാട്ട് എൽസ് ഇസ്
Very tiny. Keep in the ഇഫ് യു someone who loves cooking, I think ഇത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. We kind of enjoyed. ചോറിനകത്തോട് ഇൻഡന്റ് ഉണ്ടാക്കി വെച്ചേക്കാം നമുക്ക്. Put this on top. Is this like this? Yeah. Okay. ഇല ഞങ്ങൾ ഓൾറെഡി ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഈസിയർ ടു ഫോൾഡ്. Biggest actor. Stop. This room is where we're setting it up. So I think my brother just got this ready. Done. നമ്മളവരെ വിളിക്കുന്നതിന് മുന്നേ ഇവിടെ സ്റ്റാർട്ടേഴ്സ് റെഡിയാക്കി അതിൽ കെച്ചപ്പ് ആഡ് ചെയ്യാണ്. സോ ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടർ റെഡിയായി. ഇതേപോലെ തന്നെ ഡ്രിങ്ക് റെഡിയാക്കാം. സോ ഇത് പ്രെപ്പ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ ഓൾറെഡി ഇവരോട് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഗ്രേറ്റ് റിവീൽ. പിന്നെ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ഞങ്ങൾ കുറച്ച് ക്രിഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ദാറ്റ്സ് ജസ്റ്റ് മെനു കാർഡ്. അല്ല മെയിൻസിൽ ഏതാന്ന് ചോദിച്ചു. Chicken. Yes. അങ്ങനെ സക്സസ്ഫുള്ളി സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി കൊണ്ടുപോകാം. എക്സ്ട്രാ സാമ്പാറും എക്സ്ട്രാ വന്ന മോര് ഞങ്ങൾ ഇങ്ങനെ ഒരു ടംബ്ലറിലാക്കിയിട്ട് കൊണ്ട് കൊടുത്തു. സോ ദാറ്റ് അവർക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട്. വി ഫെൽറ്റ് വെരി ഹാപ്പി. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. ലാസ്റ്റ് ടൈം നമ്മൾ അവരോട് ഫുഡ് കഴിച്ചില്ലായിരുന്നു. ബട്ട് ദിസ് ടൈം വർ ടു ടയർഡ്. സോ നമ്മളും ഒരു പ്ലേറ്റ് എടുത്ത് കൂടിയിരുന്നു. ടു ആൻഡ് ഇറ്റ് ഓൾ വിത്ത് നമ്മൾ ഫ്രൂട്ട് സലാഡാണ് കൊടുത്തത്. ഇവിടെ മെലൺ, ബനാന, ഓറഞ്ച്, മാംഗോ. അതിൻ്റെ പുറത്ത് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ഇട്ടു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയായിരുന്നു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് യെല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ ദിവസവും കുക്ക് ചെയ്ത് നമുക്ക് തരുന്ന പേരൻസിന് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആകും. Hope you like the video, and this video is very special to me because last time when we had done this ഒരു വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. സോ ഈ പ്രാവശ്യം ഞങ്ങൾ വെച്ച് ഓക്കെ അത് ഫുൾ വീഡിയോ എടുത്ത് ഫുൾ ഫിലിം ചെയ്യാമെന്ന്. ആൻഡ് ദോസ് ആർ വാച്ചിങ് ദിസ്, ഇഫ് യു ക്യാൻ മേക്ക് യുവർ പേരൻസ് ഡേ സ്പെഷ്യൽ ലൈക്ക് ദിസ്, try it out and see how it works. And anyways, bye bye, see you in the next video.